ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് ഒരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്, ഇത്ര പഞ്ചസാര എടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള പഞ്ചസാര എടുത്തോളുക. ഇത്ര ചോറ് എടുത്തിട്ടുണ്ട്, ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്, ഒരു മുറി തേങ്ങയും 3 ഏലക്കായി എടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് മുന്തിരി ലാസ്റ്റ് ഇത് അരച്ചതിൻ്റെ ശേഷം അതിൻ്റെ മേലെ ആവിയിൽ വെച്ചിട്ടാണ് ഇത് വേവിക്കുക. കുറച്ച് ഈസ്റ്റും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളാക്കുന്നത്. പിന്നെ ഈ പാത്രത്തിൽ കുറച്ച് ഞാൻ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. ഇതിലാണ് ആവിയിൽ വെച്ചിട്ട് വേവിക്കുക. ഇഡലി തട്ടിനകത്ത് വെച്ചിട്ട് വേവിക്കുക നെയ്യ. അപ്പോൾ ഇതെല്ലാം നമുക്ക് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. ഇതിൻ്റെ ശേഷമേ ഉണ്ടാക്കാൻ പറ്റൂ. അപ്പോൾ ഞാൻ മിക്സിയിലെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കട്ടെ. പഞ്ചസാര ഇട്ട് കൊടുത്ത് ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരയുടെ കൂടെ തന്നെ ചോറും ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഒരുമിച്ചാണ് അരച്ചെടുക്കുന്നത്. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ഇതിലൊഴിക്കണം. തേങ്ങ ഞാൻ പറഞ്ഞതിനല്ല, ഒരു മുറി തേങ്ങ അതും ഇതിനകത്ത് ഇടുന്നുണ്ട്. എല്ലാം കൂടി ഞാൻ ജാറിലെടുത്ത് ഇടുന്നതാണേ ഗൈസ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. കുറച്ച് മധുരം ബാലൻസ് ചെയ്യാനുള്ള ഒരു ഉപ്പ് കുറച്ച് അതും ഇട്ട്. അപ്പോൾ ഇനി ഞാൻ ഇത് അരിപ്പൊടിയും കൂടി ഇടുന്നുണ്ട്. അരിപ്പൊടി ഇട്ട് ഇനി വെള്ളം ഒഴിക്കട്ടെ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കും. നമുക്ക് ഈ ഗ്ലാസ്സിൽ തന്നെ ആക്കിയിട്ട് ഒഴിക്കുന്നതാണ് നല്ലത്. ഈ ഗ്ലാസ്സിൽ തന്നെ ആക്കിയിട്ട് ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട്. വെള്ളം അത് പോരാ, കുറച്ചും കൂടി ഒഴിക്കണം. എന്നിട്ടെല്ലാം കൂടി ഒന്ന് ഇളക്കി വെക്കണം. നമുക്ക് സ്പൂൺ എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുക്കണം. അരിപ്പൊടിയെല്ലാം ഉള്ളതുകൊണ്ട് ഇല്ലെങ്കിൽ പറ്റുമല്ലോ. അപ്പോൾ കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം ഗൈസ്. ഈ വെള്ളം മതിയാവുന്നില്ല, കുറച്ചുകൂടി ഒഴിച്ചിട്ട് വേണം ഇത് അരച്ചെടുത്തിട്ട്. അപ്പോൾ കുറച്ചുകൂടി ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇപ്പം എല്ലാം കൂടി ഞാനൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമുക്കിത് നല്ല കണ്ടീഷനായിട്ട് അരച്ചെടുത്തിട്ട് വരണം. ഇപ്പോൾ വെള്ളം പാകത്തിനായി. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ച പാകത്തിനായി ഗൈസ്. ഇപ്പം എല്ലാം കൂടി ഇല്ലാത്തൊന്ന് നല്ല അടിപൊളിയായിട്ട് അരച്ചിട്ടുണ്ട്. അരിപ്പൊടിയുള്ളതുകൊണ്ട് വേഗം കട്ടയായ പോലെയാവും. ഈസ്റ്റ് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് അരക്കുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ അരച്ച് വെച്ചിട്ട് ഇട്ട് കഴിഞ്ഞാലും മതി. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയാണ്. ഇത്രയും ഈസ്റ്റാണ് ഞാൻ എടുക്കുന്നത്. ഒരുപാടൊന്നും എടുക്കുന്നില്ല, കുറച്ച് അത്രയും മതി. അപ്പം എല്ലാം കൂടി ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരുന്നു ഗൈസ്. എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അരച്ചെടുത്ത് വന്നതിൻ്റെ ശേഷം നമുക്ക് കാണാം. കണ്ടല്ലോ, ഇത്രയും സാധനങ്ങളാണുള്ളത്. ഇപ്പോൾ ഗൈസ് ഇത് ഞാനിത് അരച്ചെടുത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനിതൊന്ന് പാത്രത്തിലേക്ക് മാറ്റട്ടെ. നല്ല അടിപൊളിയായിട്ട് അരച്ചിട്ടെടുത്ത് വന്നിട്ടുണ്ട്. കുറച്ച് നേരം ഇത് വെക്കണം ഗൈസ്. അതിൻ്റെ ശേഷമേ ഇത് ചുടാൻ പറ്റും. കുറച്ച് നേരം ഒന്ന് പുളിച്ചൊന്നാവണം. ഒരുപാട് നേരം വേണ്ട, എന്നാലും കുറച്ച് നേരം വേണം. എന്നിട്ടാണ് ഇതിനെ ചുട്ടെടുക്കേണ്ടത്. ഓരോരുത്തർ 4 മണിക്കൂർ നേരമെല്ലാം വെക്കാൻ പറയും. ഞാൻ 4 മണിക്കൂറൊന്നും വെക്കുന്നില്ല. കുറച്ച് നേരം ഏതായാലും നമുക്ക് വെക്കാം. അതിൻ്റെ ശേഷം നമുക്ക് ആക്കിയെടുക്കാം.
അന്നേരം പാത്രത്തിലാക്കുമ്പോൾ ഈ അണ്ടിപ്പരിപ്പ് മുന്തിരി അതിൻ്റെ മേലെ നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് ലേശം ഒന്ന് ആയി കഴിഞ്ഞതിൻ്റെ ശേഷം ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് കേട്ടോ. അപ്പോൾ ഗൈസ് ഞാനിത് അരച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി. ഒരുപാട് മണിക്കൂർ നേരമൊന്നും വെക്കാൻ സമയമില്ലാത്തതുകൊണ്ട് കുറച്ച് നേരം വെച്ചു. ഇതാ കുറച്ച് പൊന്തിയിട്ടുണ്ട് ഗൈസ്, ഇതാ കുറച്ച് പൊന്തിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഈ പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്, കാണുന്നുണ്ടല്ലോ. അപ്പം ഞാൻ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ മേലെ ഞാൻ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് ഗൈസ്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിനെ ഇവിടെ നിൽക്കട്ടെ. അപ്പം ഞാൻ ഇതിൻ്റെ മേലെ തട്ട് വെക്കട്ടെ. തട്ട് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്താണ് ഞാനിത് വേവിക്കാൻ വേണ്ടി വെക്കുന്നത്, ഇഡ്ഡലി തട്ടിൽ. അപ്പോൾ ഇതാ ഇഡ്ഡലി തട്ടിൽ ഞാനിത് വേവിക്കാൻ വെക്കുന്നുണ്ട്. വേവിക്കാൻ വെച്ചു. ഇനി അടച്ചു വെക്കട്ടെ. എത്ര സമയം എടുക്കുമെന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് വെന്തതിൻ്റെ ശേഷം ഞാൻ വീണ്ടും നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഇപ്പം ഗൈസ് നമുക്ക് നമ്മളെ വട്ടയപ്പം ആയോ നോക്കാം. കുറച്ച് നേരമായി വെച്ചിട്ട്. കാണുമ്പോൾ ആയതുപോലെ തോന്നുന്നുണ്ട് ഗൈസ്. ഇതിപ്പോൾ എടുത്തിട്ട് വാങ്ങിയിട്ട് മുട്ടാനും പറ്റൂല, ആ ചൂട് ഉള്ളതുകൊണ്ട്. കുറച്ചുകൂടി ആവാനുണ്ട്. നല്ല ശരിക്കായനില്ല ഗൈസ്, ലേശം കൂടി ആവാനുണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി നമുക്ക് വെച്ച് എന്നിട്ട് വാങ്ങാം. ഓക്കെ, ലേശം കൂടി ഒന്ന് ആവാനുണ്ട് ഗൈസ്. അപ്പോൾ ഗൈസ് ഞാൻ എൻ്റെ വട്ടയപ്പം വാങ്ങുകയാണ്. തീ ഓഫ് ആക്കുന്നുണ്ട്. അപ്പം ഇതാ ഗൈസ്, കണ്ടല്ലോ. തണിയാതെ പ്ലേറ്റിലേക്ക് തട്ടാൻ പറ്റില്ല, തണിയാൻ ഇതെല്ലാം ഒന്ന് വിട്ട് വരുന്നുണ്ട്. പാത്രത്തിൻ്റെ അകത്ത് നിന്ന് വിടുന്നതാണെന്നുണ്ടല്ലോ. അപ്പം നല്ല അടിപൊളിയായിട്ട് വിട്ട് വരുന്നുണ്ട്. എല്ലാം വിട്ടതിൻ്റെ ശേഷം പിന്നെ ഞാൻ എടുത്തിട്ട് ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അത് ഇപ്പം ഞാൻ ചൂടോടിയായതുകൊണ്ട് ഇനിയിപ്പം എൻ്റെ വീഡിയോ നീണ്ടു പോവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇവിടത്തേക്ക് നിർത്താം. ഇതാ എല്ലാം വിട്ട് വരുന്നുണ്ട്, കണ്ടല്ലോ. നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് എൻ്റെ വട്ടയപ്പം. അപ്പോൾ എൻ്റെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ആണ്. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു ഞാൻ. എൻ്റെ വട്ടയപ്പം ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.